ഇതിൽ നമ്മുടെ നഴ്സറിയിൽ ഈ ഭാഗത്ത് കാണുന്ന ഈ ഇരിക്കുന്ന മാവുകളാണ് ഇപ്പോഴത്തെ നമ്മുടെ വേൾഡ് നമ്പർ 1 എന്നൊക്കെ അറിയപ്പെടുന്ന മിയാസാക്കി തുടങ്ങിയ മാവുകളുടെ ഒരു കളക്ഷനാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൽ ഈ ബനാന മാംഗോ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് യെല്ലോ വെറൈറ്റിയാണ്. ആ ഇരിക്കുന്നത് റെഡാണ്. ബനാന മാംഗോയുടെ റെഡ് വെറൈറ്റിയാണ്. ഇത് ബഡല്ല. നമ്മളവിടെ കൂടുതലും സെയിൽ ചെയ്യുന്നത് ഗ്രാഫ്റ്റ് തൈയാണ്. ഇത് ഏകദേശം ഒരു 8 അടി കൂടുതൽ ഹൈറ്റുള്ള ബനാന മാംഗോയുടെ റെഡ് പ്ലാന്റ് ആണ് ഈ ഇരിക്കുന്നത്. ഇതെല്ലാം കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്. ഇതിന്റെ ബഡ് തൈകളും ഉണ്ട്. അതായത് ഇത് കഴിഞ്ഞ ദിവസമല്ല, നേരത്തെ ഇവിടെ നിന്നൊരു ഈ ബനാന മാംഗോയുടെ യെല്ലോ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അവർ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. അതിന്റെ ഒരു വീഡിയോ എടുത്ത് കൊണ്ടുവന്നു. ആ മാവ് ഇങ്ങനെ ബാരലിൽ കാച്ച ഒരു മാങ്ങയുടെ അല്ല, അത് അവർ കൊണ്ടുപോയി സെറ്റ് ചെയ്തതാണ്. അപ്പൊ ആ മാങ്ങയുടെ ആ പിക്ചർ ഞാൻ കാണിച്ചുതരാം. ഇതിനകത്ത് ഇതാ ഈ കാണുന്നുണ്ട്. ഇത്രയും വലിപ്പം കണ്ടോ മാങ്ങയുടെ? ഭയങ്കര 3/4 വലിപ്പമുണ്ട്. അതായത് നമ്മളൊരു സ്കെയിലിന്റെ കനയുള്ള അതിന്റെ സീഡ്. ശരിക്കും നല്ല മധുരവും അരിമാവ് ഇങ്ങനെ കഴിച്ചതിന്റെ ആ ഒരു അരിമാവ് പോലത്തെ ഒരു കഴിക്കുന്ന ആ ഒരു രീതി. ഇപ്പൊ നമ്മൾ ഇതിൽ കാണുമ്പോഴേ ഇതിപ്പോ നിറയെ ഇങ്ങനെ കൊലകൊലയായിട്ട് നിറയെ നിൽക്കുന്ന കാണുമ്പോൾ ചെറിയ മാമ്പഴമാണെന്ന്. അല്ലല്ല, ഇത് ഏകദേശം 1.5 അടി 3/4 അടിയോളം നീളം വരും ഒരു മാങ്ങയ്ക്ക്. 3/4 അടി എന്ന് പറയുമ്പോൾ 1 കിലോയ്ക്കും 1.5 കിലോ മാങ്ങ നമ്മുടെ കൈ തണ്ടയുടെ അത്രയും വണ്ണവും ഉണ്ടാവും മാങ്ങ. ഇതിന്റെ അണ്ടി വലിപ്പമൊക്കെ എങ്ങനെയാണ്? നല്ല സീഡ് ഒരു സ്കെയിലിന്റെ അത്ര തിക്നെസ്സേ ഉള്ളൂ. തിക്നെസ് കുറവാണ്. മാംസമുള്ള ഭാഗം കൂടുതലാണ്. ഇതിന്റെയൊക്കെ തൈകൾ നമുക്ക് കാച്ചു നിൽക്കുന്ന കാണാൻ തന്നെ ഭയങ്കര ഭംഗി. അതായത് അവരുടെ വീട്ടിൽ വരുന്നവരെല്ലാം ഈ മാവിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അത് കണ്ടിട്ട്